സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. 1921 മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് ഏതാണ്? 1921 മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് ഏതാണ്? പൂക്കോട്ടൂരാണ്. പൂക്കോട്ടൂർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴലുകളായ ലോമികകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴലുകളായ ലോമികകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ മാർസെല്ലോ മാൽപിജി ആണ്. മാർസെല്ലോ മാൽപിജി ആണ് ലോമികകൾ കണ്ടെത്തിയത്. ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി അടുത്തിടെ നിയമിതനായ വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി അടുത്തിടെ നിയമിതനായ വ്യക്തി ആരാണ്? അനീഷ് ദയാൽ സിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അനീഷ് ദയാൽ സിംഗ്. വായന കുറഞ്ഞതിനെ തുടർന്ന് പുസ്തക നികുതി പൂർണ്ണമായി നീക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? വായന കുറഞ്ഞതിനെ തുടർന്ന് പുസ്തക നികുതി പൂർണ്ണമായിട്ടും നീക്കുവാൻ തീരുമാനിച്ച രാജ്യം ഡെൻമാർക്കാണ്. ഡെൻമാർക്ക്. അടുത്ത ചോദ്യം. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പദ്ധതിയുടെ പേര് എന്ത്? വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പദ്ധതിയുടെ പേരാണ് സുരക്ഷാമിത്രം. ഓപ്ഷൻ എ സുരക്ഷാമിത്രം. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം 19ാം സ്ഥാനമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 19ാം സ്ഥാനം. ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് 19ാം സ്ഥാനം. കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിൽ വലിയ തോട്ടങ്ങൾ വികസിപ്പിച്ച യൂറോപ്യൻ ആരാണ്? കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിൽ വലിയ തോട്ടങ്ങൾ വികസിപ്പിച്ച യൂറോപ്യൻ ആര്? മാർഡോക്ക് ബ്രൗൺ ആണ്. മാർഡോക്ക് ബ്രൗൺ. തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനം ഏത്? തേർഡ് വിൻഡോ എന്ന പദവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനം ലോക ബാങ്ക് ആണ്. ഓപ്ഷൻ ബി ലോക ബാങ്ക്. തേർഡ് വിൻഡോ. ഭൂമിയുടെ അന്തരീക്ഷ പാളി അതിന്റെ ഉപരിതലത്തോട് ചേർത്ത് പിടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ബലം ഏതാണ്? ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ അതിന്റെ ഉപരിതലത്തോട് ചേർത്ത് പിടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ബലം ഗുരുത്വാകർഷണ ബലമാണ്. ഓപ്ഷൻ സി ഗുരുത്വാകർഷണ ബലം. ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ച ഇന്ത്യൻ ചിത്രകാരൻ ആരാണ്? ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ച ഇന്ത്യൻ ചിത്രകാരൻ HS റാസയാണ്. HS റാസ. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇത് മെഡിറ്ററേനിയൻ തീരത്തേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ്. ഇത് തെക്കൻ ഫ്രാൻസിൽ വീശുന്ന തണുത്ത കാറ്റാണ്. ഈ കാറ്റ് റോക്കി പർവ്വതനിരകളിൽ വീശുകയും മഞ്ഞ് ഉരുക്കി കാലാവസ്ഥ ചൂടാക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണയായി മരുഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വരണ്ട കാറ്റാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്.
ഈ കാറ്റ് റോക്കി പർവ്വതനിരകളിൽ വീശുകയും മഞ്ഞ് ഉരുക്കി കാലാവസ്ഥ ചൂടാക്കുകയും ചെയ്യുന്നു. ഒരേ മൂലകത്തിന്റെ തന്നെ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾ. ഒരേ മൂലകത്തിന്റെ തന്നെ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഓപ്ഷൻ ബി, ഐസോടോപ്പുകൾ. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചത് ആര്? മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചത് ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്, ശിലകളുടെ മാതാവ് ആഗ്നേയശിലയാണ്. പ്രാഥമിക ശിലാശിലകളുടെ മാതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ഔദ്യോഗികമായിട്ട് ആരംഭിച്ച വർഷം എന്നാണ്? സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഉടൻ തന്നെ 1947 ഇത് ആരംഭിച്ചത്. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചതിന് ശേഷം 1951 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. വ്യവസായവൽക്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് 1955 ഇത് ആരംഭിച്ചു. 1960 കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കുവാൻ തുടങ്ങിയത്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ഔദ്യോഗികമായിട്ട് ആരംഭിച്ച വർഷം ഏത്? ഓപ്ഷൻ ബി ആണ്. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചതിന് ശേഷം 1951 ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1951. ഹൃദയത്തിന്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം. ഹൃദയത്തിന്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ECG ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ECG. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ECG എന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് കമന്റ് ചെയ്യുക. ECG. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏത്? ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമാകുന്നത് വിസരണമാണ്. വിസരണം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസമാണ് വിസരണം. ഏഷ്യൻ ഭൂഖണ്ഡത്തെയും യൂറോപ്യൻ ഭൂഖണ്ഡത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന റെയിൽവേ തുരങ്കം ഏതാണ്? ഏഷ്യൻ ഭൂഖണ്ഡത്തെയും യൂറോപ്യൻ ഭൂഖണ്ഡത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന റെയിൽവേ തുരങ്കം ബോസ്ഫോറസ് തുരങ്കമാണ്. ബോസ്ഫോറസ് തുരങ്കം. ദേശീയോദ്യാനമായി സംരക്ഷിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ നിത്യഹരിതവനം. ദേശീയോദ്യാനമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ നിത്യഹരിതവനം ഏത്? സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഗോത്ര സംസ്കാരത്തിന് പേരുകേട്ട വയനാടാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. ശബരിമല തീർത്ഥാടനത്തിന് പ്രാധാന്യമുള്ള പത്തനംതിട്ടയാണ് പ്രധാനമായും ഈ വിശേഷണമുള്ളത്. തെക്കൻ ജില്ലകളിൽ നിന്നുള്ള കുടിയേറ്റം കൊണ്ട് പ്രസിദ്ധമായ ഇടുക്കിയാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. തോട്ടം മേഖലകൾക്ക് പേരുകേട്ട ഒരു പ്രധാന വടക്കൻ ജില്ലയാണ് ഇത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. തെക്കൻ ജില്ലകളിൽ നിന്നുള്ള കുടിയേറ്റം കൊണ്ട് പ്രസിദ്ധമായ ഇടുക്കിയാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് ആസാമിലാണ്. ആസാം. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. തെക്കോട്ടൊഴുകുന്ന പ്രധാന നദിയായ പമ്പയാണ് ഈ വിളിപ്പേരുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയായ ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദിയായ ചാലക്കുടിയാണിത്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയായ ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ നൈൽ എന്ന് അറിയപ്പെടുന്നത്. ഈശ്വര ചിന്തയിലതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ എന്ന പ്രസിദ്ധമായ മലയാള ചലച്ചിത്ര ഗാനം രചിച്ച ഗാനരചയിതാവ് ആരാണ്?
തിരുനൈനാർ കുറിച്ചി മാധവൻ നായരാണ്. തിരുനൈനാർ കുറിച്ചി മാധവൻ നായർ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ ആസ്ഥാനം അഹമ്മദാബാദ് ആണ്. അഹമ്മദാബാദ്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത്. ജനുവരി 16. ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം രൂപവൽക്കരിച്ച സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം രൂപവൽക്കരിച്ചത് കേരളമാണ്. കേരളം. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ഫലമുള്ള കാർബണിന്റെ അലോട്രോപ്പ്? സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ഫലമുള്ള കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫിൻ. ഓപ്ഷൻ സി, ഗ്രാഫിൻ. അലോട്രോപ്പ്, ഗ്രാഫിൻ. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഏത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുവാൻ കാരണമായത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി. കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏത്? കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് കുടലിനെയാണ്. കുടൽ. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമായ വൈന്തല ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമായ വൈന്തല സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ചാലക്കുടിയിലാണ്. ചാലക്കുടി നദിയിലാണ്. ഓപ്ഷൻ ഡി, ചാലക്കുടി നദിയിലാണ് വൈന്തല സ്ഥിതി ചെയ്യുന്നത്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം ഏത് ജില്ലയിലാണ്? മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. തവളക്കണ്ണൻ എന്നത് ഏത് കാർഷിക വിളയുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ്? തവളക്കണ്ണൻ. തവളക്കണ്ണൻ എന്നത് നെല്ലിന്റെ ഇനമാണ്. നെല്ല്. താഴെ കൊടുത്തവയിൽ ഏത് ടെസ്റ്റാണ് ഡെങ്കിപ്പനി നിർണയത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്? ഡെങ്കിപ്പനി നിർണയത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ടൂർണിക്കൈറ്റ് ടെസ്റ്റ് ആണ്. ടൂർണിക്കൈറ്റ് ടെസ്റ്റ് എന്തിനാണ്? ഡെങ്കിപ്പനി നിർണയിക്കുന്നതിനായിട്ടുള്ളതാണ് ടൂർണിക്കൈറ്റ് ടെസ്റ്റ്. ഗംഗാ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കാനായി 1986 പശ്ചിമ ബംഗാളിൽ കമ്മീഷൻ ചെയ്ത അണക്കെട്ട് ഏത്? ഏത് നദിയിലെയാണ്? ഗംഗാ നദിയിൽ. ഗംഗാ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കുവാനായിട്ട് 1986 പശ്ചിമ ബംഗാളിൽ കമ്മീഷൻ ചെയ്ത അണക്കെട്ടാണ് ഫറാക്ക. അണക്കെട്ടിന്റെ പേരെന്താണ്? ഫറാക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഒരു പൗരന് എന്ത് അവകാശമാണ് പ്രദാനം ചെയ്യുന്നത്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആനയെ ദേശീയ പൈതൃക ജീവിയായി അംഗീകരിച്ചത് ഏത് വർഷമാണ്? ദേശീയ പൈതൃക മൃഗം ഏത് എന്ന് ചോദിച്ചാൽ ആനയാണ്. ആനയെ ദേശീയ പൈതൃക മൃഗമായിട്ട് അംഗീകരിച്ച വർഷം ഏതാണ്? 2010 ആണ്. 2010. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ വിശപ്പുണ്ടാക്കാൻ സഹായിക്കുന്നതിനായി ആമാശയത്തിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ വിശപ്പുണ്ടാക്കാൻ സഹായിക്കുന്നതിനായി ആമാശയത്തിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഗ്രലിൻ ആണ്. ഗ്രലിൻ. ഓപ്ഷൻ ബി, ഗ്രലിൻ. ജലസേചനത്തിന് മറ്റ് ആവശ്യങ്ങൾക്കുമായി ആരംഭിച്ച ദാമൻ ഗംഗ പദ്ധതി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജലസേചനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് ആരംഭിച്ച ദാമൻ ഗംഗ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ദാമൻ ഗംഗ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്.
ആസ്മ, സന്ധിവാതം തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്നതും അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഹോർമോൺ ഏതാണ്? ആസ്മ, സന്ധിവാതം തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്നതും അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഹോർമോൺ കോർട്ടിസോൾ ആണ്. ഓപ്ഷൻ ഡി, കോർട്ടിസോൾ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല. ചന്ദ്രഗിരി കോട്ട കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ല. 68ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ, അതായത് 2020 സിനിമകളിൽ നിന്നുമുള്ള പുരസ്കാരം, 68ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആര്? 2020 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തില് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയത് നഞ്ചിയമ്മയാണ്. നഞ്ചിയമ്മ. ഇന്ത്യയിൽ ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുകയും ഈ വിഭാഗം ജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഇന്ത്യയിൽ ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുകയും ഈ വിഭാഗം ജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫുലെ. ഓപ്ഷൻ ഡി, ജ്യോതിറാവു ഫുലെ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്യ കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്യ കലാപം നടന്ന വർഷം ഏതാണ്? 1812 ഇപ്രകാരം അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് TH ബേബർ. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ പേരാണ്. മഹാത്മാ അയ്യങ്കാളി. താഴെ നൽകിയവയിലേതാണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ? അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്തത് മയോപ്പിയ. ഓപ്ഷൻ സി, മയോപ്പിയ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എത്ര? ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓപ്ഷൻ എ, തുല്യമായിരിക്കും. കോക്ലിയയുടെ മധ്യഭാഗത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവകം. കോക്ലിയയുടെ മധ്യഭാഗത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് എൻഡോലിംഫ്. അവസാനത്തെ ചോദ്യം, ഒരു വോൾട്ടിന് തുല്യമായത് എന്താണ്? ഒരു വോൾട്ടിന് തുല്യമായത് 1 ജൂൾ പെർ കുളമാണ്. 1 ജൂൾ പെർ കുളം. 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര ഉത്തരം കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.